പ്രിയപ്പെട്ടവരെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഗതികേടാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു ലോജിക്കൽ ടോക്ക് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വിദ്വാൻ വന്നിട്ട് അയച്ച് ഡെപ്പോസിറ്റ് സ്വീകരിച്ചതിൽ ഒരു തെറ്റുമില്ല, അത് കമ്പനി ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിയമപരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തള്ളങ്ങ് തള്ളിയിട്ട് സമൂഹത്തിൽ വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് ഒരുപാട് സാധാരണക്കാരെ വിപരീതമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഒരുവിധ അനുമതിയും ഇന്ത്യയിൽ നിലവിലില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ മഹാൻ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ട് ഞാൻ ഇന്നലെ കുറേ ഒന്ന് ചിരിച്ചു. ഇദ്ദേഹത്തിന് ഒരുവിധ അറിവുമില്ല എന്ന് മാത്രമല്ല, തനിക്ക് ഈ കാര്യത്തെക്കുറിച്ചിട്ട് അറിവില്ല എന്ന് സ്വയം തിരിച്ചറിവില്ല. അങ്ങനെ ഒരു വിദ്യാസുരനാണ് ഇയാൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയില്ല എന്നത് ഇയാൾ അംഗീകരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇയാൾക്ക് ഇന്നലെയാണ് അത് മനസ്സിലായതെന്ന് തോന്നുന്നു. അതുവരെ അതിനെക്കുറിച്ചൊന്നും കമാന്തരാക്ഷരം മിണ്ടിയിരുന്നില്ല. ഇയാൾ പറഞ്ഞ വേറെ വിഡ്ഢിത്തരം അവിടെ കെടുക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ലാണ്ടല്ല, അത് ബോണ്ട് ഇറക്കിയതിനെ കുറിച്ചിട്ട് ഇയാൾ പറഞ്ഞൊരു വിഡ്ഢിത്തരം അവിടെ കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇയാൾ വന്ന വീഡിയോയിൽ ഇയാൾ പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വാങ്ങാം, ഡെപ്പോസിറ്റ് വാങ്ങാം. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാം? മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇവർ ഈ ഹൈറിച്ച് വാങ്ങിയതെല്ലാം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, അതുകൊണ്ട് ഇത് നിയമപരമാണ് എന്നാണ് പറയുന്നത്. അല്ലയോ മഹാനുഭാവ, നിങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഗതികേടാണ്. എന്നിരുന്നാലും പറയാതെ നിവർത്തിയില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ട് ജയ് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ സമൂഹത്തിലുള്ളപ്പോൾ നിങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരികയാണ്. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വാങ്ങാം. ഹൂ ഈസ് മെമ്പേഴ്സ്? ആരാണ് മെമ്പേഴ്സ്? അത് ഷെയർ ഹോൾഡേഴ്സാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റേഷൻ ഉണ്ട്. 2013 വരെ അത് 50 ആയിരുന്നു. 2013 കമ്പനി ആക്ട് ഭേദഗതി പ്രകാരം 200 എല്ലാം കൂടെ 16 ഡയറക്ടേഴ്സും കൂടെ ഷെയർ ഹോൾഡേഴ്സ് 200 പേരെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ROCയുടെ രേഖകളിൽ മെമ്മോറണ്ടം അടക്കം വേണം. ROCയുടെ രേഖകളിൽ നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട്? നിങ്ങളുടെ മെമ്പേഴ്സ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ സാധനമാണ് ഞാൻ ഈ കാണിക്കുന്നത്. 3 മെമ്പേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഒരാളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ഇത്തനെ 2 മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. 2 ഡയറക്ടർമാർ മാത്രമാണുള്ളത്. അവരുടെ കയ്യിലാണ് ഷെയർ എല്ലാം ഉള്ളത്. 200 പോയിട്ട് 20 പോലും ഇല്ല നിങ്ങളുടെ കമ്പനിയിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങുക? ഈ 37,000 ആളുകൾ നിങ്ങളുടെ മെമ്പേഴ്സാണോ? എന്തു പറയുന്നു സഹോദരൻ? നിങ്ങളോട് സഹതാപം എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയുക? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 37,000 ആളുകളെ മെമ്പേഴ്സാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്നെല്ലാം ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നിയമപരമായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. അത്രയും ഉറപ്പുള്ളതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ സാക്ഷരതയുടെ കൂടെ പ്രശ്നമാണ്. ഇങ്ങനെ ഒരാളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ളത്. പിന്നെ ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോലും ഈ കോർപ്പറേറ്റ് ചെയ്തിട്ട് 5 വർഷത്തിന് ശേഷം മാത്രമേ നമ്മുടെ ROCയുടെ അനുമതിയോട് കൂടിയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിന് പല ക്രൈറ്റീരിയകളുണ്ട്. ഈ ഡെപ്പോസിറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് RBI പറയുന്ന ഇൻട്രസ്റ്റിന് തുല്യമായിരിക്കണം. അതായത് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് തുല്യമായിരിക്കണം. അപ്പോൾ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ 400 കൊടുക്കാൻ കഴിയില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. മെമ്പേഴ്സ് എന്നുള്ളത് 200 മാത്രമാണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇതിന് ഹൈറിച്ചിന് മെമ്പേഴ്സ് എന്ന പേരിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇയാൾ പുതിയൊരു വാദം കൊണ്ട് വരാൻ സാധ്യത ഉള്ളത് ഈ മെമ്പേഴ്സിനെ ROCയുടെ ഇവരുടെ പ്രത്യേക റെസൊല്യൂഷൻ പ്രകാരം 200 അപ്പുറമാകാം എന്നൊക്കെ ആകും. ROCയുടെ അപ്രൂവൽ കൊണ്ട് അത് പറ്റും. ROCയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ 200 അപ്പുറം പറ്റും. പക്ഷേ അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. പബ്ലിക് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷെയർ നമുക്ക് ആർക്കെങ്കിലും ഓഫർ ചെയ്യാം. അതിന് ROCയുടെ സെബിയുടെ ഒക്കെ പ്രത്യേക അനുമതി വേണം. 50 പേരാണത്. അത് പ്രത്യേകം അക്കൗണ്ടബിൾ ആണ്. ആ എമൗണ്ട് അവരെയും ഈ മെമ്മോറണ്ടത്തിൽ കൊള്ളിച്ചിട്ട് ഇവരുടെ പാർട്ട്നേഴ്സിൽ തന്നെ കൊള്ളിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേ വേണ്ട. നമ്മളിങ്ങനെ തന്നെ കണക്കൂട്ടിയാൽ മതി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 200 ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം. ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 5 വർഷത്തിന് ശേഷം കമ്പനിക്ക് ആവശ്യമെങ്കിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അത്രയൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കാത്തത്. RBI പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യാം. അത് അതുപോലെ തിരിച്ചു കൊടുക്കുകയും കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ROCയിൽ കൃത്യമായിട്ട് 30 ദിവസത്തിനുള്ളിൽ രേഖകൾ സമർപ്പിക്കുകയൊക്കെ വേണം. ഈ 200 പേര് മെമ്പേഴ്സിൽ നിന്ന് കമ്പനിക്ക് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം എമൗണ്ട് RBI പറയുന്ന ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് കളക്ട് ചെയ്യാം എന്നൊരു ചെറിയ തുരുമ്പ് പിടിച്ചിട്ടാണ് ഈ 37,000 ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാതെ കുറേ പൈസ വാങ്ങിക്കൂട്ടിയത് ഈ മഹാന് ന്യായീകരിക്കുന്നത്. അല്ലയോ മഹാനുഭാവ, നമിച്ചുപോയി. ഇങ്ങനെ വ്യാജ പ്രചരണം, അസത്യങ്ങൾ സമൂഹത്തിൽ തുറന്നു വിട്ടിട്ട് നിങ്ങൾ വിഷവാതകം സമൂഹത്തിലേക്ക് തുറന്നു വിടരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന സാധാരണക്കാർ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ട് ഇതേപോലുള്ള പ്രതാപന്മാർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൈസ കൊണ്ടുപോയി കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലയോ പ്രിയപ്പെട്ടവരെ, ഹൈറിച്ചിൽ പൈസ ഇട്ടവരും ഇടാത്തവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും
പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അത് ഡെപ്പോസിറ്റിൻ്റെ നിർവചനം എന്താണ്, അവരെന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങൾക്ക് ആഴ്ചയിലോ മാസത്തിലോ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ അധികാരമില്ല. ഈ ഹൈറിച്ച് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 5 വർഷത്തിന് ശേഷം, അവർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് 5 വർഷത്തിന് ശേഷം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്, അതിലേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. അത് ഈ 5 കൊല്ലമൊന്നും ആയിട്ടില്ലല്ലോ ഒരു വാങ്ങിക്കാൻ തുടങ്ങിയിട്ട്. 37,000 ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ മെമ്പേഴ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ROC അനുമതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ROC സമർപ്പിച്ച രേഖ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ROC അവിടെ ഇടിച്ച് നടത്തിയിട്ട് അവിടെ വാഴ വെക്കുന്നതാണ് നല്ലത്. 37,000 ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നല്ല, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കുന്നത്? ഇത് ഈ ഹൈറിച്ച് ലീഡേഴ്സ് വന്നിട്ട് സാധാരണക്കാരായ വീട്ടമ്മമാരെ പറ്റിക്കുന്നത് പോലെയാണെന്ന് കരുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രവാസികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെയാണെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ? ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വെറും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആളുകളുടെ കയ്യിൽ നിന്ന് ഇത്ര പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും, ഉറപ്പാണ് കാര്യം. അല്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഈ കമ്പനി ആക്ടിൻ്റെ ഇപ്പോൾ ഈ ഒരു 200 പേരിൽ അധികമാകാം ഡെപ്പോസിറ്റ് സ്വീകരിക്കാം എന്നൊക്കെ വായിക്കുമ്പോൾ മുഴുവൻ വായിച്ചു നോക്കണം. പകുതി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്. 200 പേരാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം നമ്പർ ഷെയർ ഹോൾഡേഴ്സിന്, 16 ഡയറക്ടേഴ്സ് അടക്കം. ആ 200 പേരുടെ കയ്യിൽ നിന്ന് വായിക്കുന്ന കാര്യമാണ് പറയുന്നത് പൊന്നു ചങ്ങാതി. 37,000 ആളുകളുടെ കയ്യിൽ നിന്നല്ല. ആ 200 പേര് വായുവിലെഴുതി കൂട്ടിയത് പോരാ, ROCയിൽ സമർപ്പിച്ച രേഖയിൽ മെമ്മോറാണ്ടം അടക്കം ഉണ്ടാവണം. 200 പേര് ഞങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ രേഖയുടെ ROCയിൽ 200 പോയിട്ട് 20 പേരുടെ രേഖ ഉണ്ടാ. ശ്രീനയും പ്രതാപനും ഒരു റീത്തയും മാത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രീനയും പ്രതാപനും മാത്രമുണ്ട്. ഇത്രയും വിവരമില്ലാത്തൊരു മനുഷ്യനാണ് ഈ ബഡ്സ് ആക്ടിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇയാളുടെ അടുത്തു നിന്നാണ് നിങ്ങൾ ബഡ്സ് ആക്ടിനെ കുറിച്ചിട്ടും അതേപോലെ ഈ സാമ്പത്തിക സാക്ഷരതാ ക്ലാസ് ഒക്കെ കേൾക്കുന്നതെങ്കിൽ ഈ അയച്ചുകാരോടാണ്. നിങ്ങളുടെ കയ്യിൽ ഇനി വല്ലതും കഴുക്കൂര് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ പോയി കിട്ടും. ഇവിടെ റോഡിൽ ഇറങ്ങി നടക്കേണ്ടി വരും വല്ലതും ബാക്കി വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ. ശരി, അടുത്തൊരു വീഡിയോയിൽ വരാം.